ഹായ് ഡിയേഴ്സ്, ഞാൻ വിനോദ് കുമാർ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് 2023 ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനെ കുറിച്ച് നിങ്ങളോട് പറയാനായിട്ടാണ്. അതായത് ഞാൻ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കാൻ പോകുന്ന കുറച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, ഒരു 3 കാര്യങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആണ് ഞാൻ തീരുമാനിച്ചത്. അത് എന്നിൽ മാത്രമല്ല, എന്നോട് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എൻ്റെ പാർട്ട്നേഴ്സ്, എൻ്റെ സ്റ്റാഫ് പാർട്ട്നേഴ്സ്, എൻ്റെ ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സ്, എൻ്റെ കോർപ്പറേറ്റീവ് പാർട്ട്നേഴ്സ്, അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണയൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്, ചിലരെടുക്കാറുണ്ട്. ഞാൻ ഈ വർഷം എൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ 1-2 മാസം പോയിട്ട് അവരുടെ ജിമ്മിൽ പിന്നീട് അവരതിനെ ഡ്രോപ്പ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻ ആയിരിക്കും ഈ ഒരു നമ്മൾ ഈ പറയാൻ പോകുന്ന ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഉടനീളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു റുട്ടീനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശീലമായിട്ട് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞ് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറി മറിയുന്ന ഒരു ലെവലിലുള്ള ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. റെസൊല്യൂഷനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വെൽത്ത്. ഞാൻ പറയുന്ന ആ ഒരു വെൽത്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരി പണം കിടക്കുന്ന വെൽത്തല്ല. അതായത് ഫിനാൻഷ്യൽ ഫ്രീഡം, ആവശ്യത്തിനുള്ള പണം, നന്മയുള്ള പണം, സത്യസന്ധമായ പണം. നല്ല വെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ കടമകൾ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ എല്ലാ ആളുകളിലും വെൽത്ത് ഈസ് ദ ഇമ്പോർട്ടൻസ് ആണ്. അപ്പം നമുക്ക് ഈ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ വെൽത്ത് ക്രിയേഷനാണ്. അപ്പം ഈ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ആദ്യം നിങ്ങൾ ഒരു സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കുക. ആ സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് ഒരു മണി വരാൻ തുടങ്ങും. പിന്നെ മണി വർക്ക് ഫോർ അസ് എന്ന് പറയുന്ന ആ സിസ്റ്റം വർക്ക് ഫോർ അസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ ഈ വർഷം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വർഷം 2023 ഈ പറയുന്ന ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം നിങ്ങളുടെ ഫോക്കസ് എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ ക്രിയേറ്റീവ്. നിങ്ങൾക്കൊരു പക്ഷേ ഒരു പാഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളായിരിക്കാം, എന്തുമായിക്കോട്ടെ. നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വർഷം സെറ്റ് ചെയ്യേണ്ട ഒരു റെസൊല്യൂഷനാണ് നിങ്ങളുടെ ഇൻകം ഡബിൾ യുവർ ഇൻകം. നിങ്ങൾ ഇപ്പോൾ നിലവിലുള്ള വരുമാനത്തിന്റെ ഡബിൾ നിങ്ങൾ ആക്കാൻ പറയുന്ന ഇത്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ആക്കുക എന്നുള്ള, അതായത് ആവശ്യമുള്ള നിങ്ങളുടെ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ നീഡ്സുകളെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ ആക്കുക എന്നുള്ള ഒരു ഒന്നാമത്തെ റെസൊല്യൂഷൻ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അതിന് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. രണ്ടാമത്തെ റെസൊല്യൂഷനിലേക്ക് കടക്കുക. ആദ്യത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ വെൽത്ത് ക്രിയേഷനെ കുറിച്ചാണ് ഞാൻ ആദ്യം. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റെസൊല്യൂഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ റെസൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽ അപ്പാണ്. സ്കിൽ ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സ്കിൽ, അപ്പോൾ എന്താണ് നമ്മുടെ സ്കിൽ? അപ്പം നമുക്ക് പല പാഷൻസ് ഉണ്ടാവാം, നമ്മൾ പല ജോലി ചെയ്യുന്നുണ്ട്, പല കാര്യത്തിലും നമുക്ക് കഴിവുണ്ടാകും. പക്ഷെ അതിലെല്ലാവരും മൾട്ടിപ്ലൈ ഒത്തിരി കാര്യങ്ങളിലും ഏതെങ്കിലും നിങ്ങളുടെ ഒരു സ്കില്ലുണ്ട്, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് അറിയാം, ഇതിനേക്കാളുപരി ഏതെങ്കിലും ഒരു കാര്യം നന്നായിട്ട് അറിയാമോ എന്നുള്ളതാണ് വിഷയം. അപ്പം നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളൊരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ മാനേജ്മെന്റ് സ്കില്ലായിരിക്കും ഉണ്ടായിരിക്കുക, ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കും ഉണ്ടായിരിക്കുക, ചിലർക്ക് ടെലികോളിംഗ് സ്കില്ല്, ഹ്യൂമൻ റിസോഴ്സിൽ ചെയ്യുന്ന സ്കില്ലായിരിക്കും, ചിലർക്ക് കോഡിംഗ് സ്കില്ലായിരിക്കാം, ചിലർക്ക് ടെക്നോളജി ഓറിയന്റഡ് ആയിരിക്കാം. പക്ഷേ നിങ്ങൾ പലരും ജോലി ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്കില്ലിനെ നിങ്ങൾ കണ്ടെത്തുകയും ആ സ്കില്ലിനെ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്കില്ലിനെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഈ വർഷം കൂടുതലും നിങ്ങളുടെ സമയം ചെലവഴിക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നോളജ് കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഒരു സ്കില്ല് കണ്ടെത്തിയിട്ട് ആ സ്കില്ലിനെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ള ഒരു റെസൊല്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു എൻ്റെ ഈ വർഷം ഞാൻ എൻ്റെ
എൻ്റെ സ്കില്ലിനെ എൻ്റെ സ്കിൽ ഇതാണ്, ഞാൻ ഇതിനകത്താണ് ബെറ്റർ എന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്തു. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ആ ഒരു കാര്യമായിരിക്കണം നിങ്ങൾ ഈ വർഷം 2023 നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഒരു സ്കില്ല് ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള കാര്യമായിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റെസൊല്യൂഷനിൽ ഞാൻ 3 റെസൊല്യൂഷനെ കുറിച്ചായിരിക്കും ഞാൻ പറഞ്ഞത്. 3 റെസൊല്യൂഷനാണ് നിങ്ങളുടെ ഈ വർഷത്തിൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഗ്രോത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന 2 കാര്യങ്ങളാണ്. ആദ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഒരു റെസൊല്യൂഷൻ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞു നിങ്ങളോട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ അപ്പ് നിങ്ങൾ ചെയ്യണം. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു 2023 നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ 3 റെസൊല്യൂഷനിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസൊല്യൂഷൻ ഞാൻ അടുത്തായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇത് മറ്റൊന്ന് പറഞ്ഞാൽ ഹെൽത്ത് തന്നെയാണ്. ഹെൽത്ത് ഞാൻ ഈ 3 ഹെൽത്താണ് സർവ്വധനാൽ പ്രധാനം, അല്ലെങ്കിൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമുള്ളൂ എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഞാൻ പറയുന്നത്. നമ്മൾ സാധാരണയൊക്കെ ചെറിയ റെസൊല്യൂഷനൊക്കെ എടുത്ത് ഈ വർഷം ഞാൻ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജിമ്മിൽ പോയി ഇത്ര മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടക്കത്തിൽ കുറച്ച് എന്തോസിയാസമൊക്കെ നമ്മൾ കാണിക്കും. പക്ഷെ അതിനുശേഷം ഇതിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. എന്നാൽ അങ്ങനെയുള്ളതല്ല. ഞാൻ പറയുന്ന റെസൊല്യൂഷൻ്റെ അകത്ത് ഞാൻ പറയുന്ന ഹെൽത്ത് എന്ന് പറയുന്നത് 2 ടൈപ്പുള്ള ഹെൽത്താണ്. ഒന്ന് മെന്റൽ ഹെൽത്ത്. അപ്പം നമ്മളെല്ലാം ഇക്കാലത്ത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അതിനുള്ള ഒന്നാമത്തെ ഒരു കാര്യമാണ് നമ്മൾ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക, നമ്മുടെ NLP പോലെയുള്ള അല്ലെങ്കിൽ മൈൻഡ് പവർ പോലെയുള്ള ട്രെയിനിങ്ങുകൾ ചെയ്യുക, മെഡിറ്റേഷൻസ് നമ്മൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ വർഷം കൂടുതൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ്മെന്റ് ചെയ്യാനുണ്ട്. പിന്നെ അഫർമേഷൻ സെറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള ആളുകളോട് കൂട്ടുകൂടി പോസിറ്റീവ് എനർജി ലെവൽ, നിങ്ങളുടെ എനർജി ലെവൽ എപ്പോഴും ഹൈയിൽ നിൽക്കാനുള്ള ലെവലിലുള്ള മൈൻഡ് സെറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ വർഷം ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ ഹെൽത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഹെൽത്ത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്താണ്. ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വാക്കിംഗ്. നമ്മൾ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ, നമ്മൾ ജിമ്മിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചെറിയ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കുത്തിയിരുന്ന് ജോലി ചെയ്യാതെ, അല്ലെങ്കിൽ കുറേ സമയം കമ്പ്യൂട്ടറിനകത്തോട്ട് നിങ്ങൾ ചെയ്യാതെ, ഇടയ്ക്ക് നിങ്ങളുടെ എല്ലാ ഒരു 15 മിനിറ്റ്സിന് നിങ്ങളൊരു ഇന്റർവെൽ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലി കഴിഞ്ഞ് കുറേ നേരം ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ എണീറ്റ് ആ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് നടന്നതിന് ശേഷം അതൊന്ന് റീഫ്രഷ് ആയിട്ട് നിങ്ങൾ വീണ്ടും വന്ന് ആ ജോലിയൊക്കെ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഹെൽത്തിനെ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന, പിന്നെ ആഹാരം അറിയാം, പോഷകാഹാരങ്ങൾ, ഈ ജങ്ക് ഫുഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധികം കഴിക്കാതിരിക്കുക, പച്ചക്കറികൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വർഷം ഒരു നല്ല ഒരു ഇതായിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കും. അപ്പൊ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ എടുക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള 3 റെസൊല്യൂഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ ആദ്യം ഞാൻ പറഞ്ഞു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ, രണ്ടാമത് പറഞ്ഞു വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ, മൂന്നാമത് നിങ്ങളുടെ സ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ. ഈ 3 കാര്യങ്ങളിലുമാണ് നിങ്ങൾ ഈ വർഷം ശ്രദ്ധിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ 2023 എന്നല്ല, ഇനി വരും വർഷങ്ങൾ മുഴുവൻ നിങ്ങളുടേതായി തീരും. ഓക്കെ, അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കമ്പനി ഗ്രീൻവേൾഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ കമ്പനിയിൽ ഉള്ള നമ്മുടെ സ്റ്റാഫിനെ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സിനെ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കോർപ്പറേറ്റ് പാർട്ട്നേഴ്സ്, അതുപോലെയുള്ള എല്ലാവർക്കും ഈ ലെവലിലുള്ള 4 ലെവലിലുള്ള ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ വെൽത്ത്, രണ്ടാമത് ഹെൽത്ത്, മൂന്നാമത് സ്കിൽ ഡെവലപ്മെന്റ്. ഈ 3 കാര്യത്തിലായിരിക്കും ഞങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പോകുന്ന ഏരിയകൾ ഇതാണ്. നിങ്ങൾക്കും നമ്മളോടൊപ്പം വന്ന്
ഗ്രീൻ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു വലിയ പ്രസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ വലിയൊരു കമ്മ്യൂണിറ്റിയിൽ, ഈ ഒരു വലിയ കമ്പനിയിൽ നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള ഐഡിയകൾ, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഐഡിയകൾ, അതിനുവേണ്ടിയുള്ള ആക്ടിവിറ്റികൾ, അതിനുവേണ്ടിയുള്ള ടെക്നോളജി, അതിനുവേണ്ടിയുള്ള സപ്പോർട്ട്, ട്രെയിനിങ് നൽകുന്ന ഒരു വലിയ കമ്പനിയാണ്. ഇന്ന് ഗ്ലോബൽ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ കമ്പനിയാണ് ഗ്രീൻവേൾഡ് ഇന്റർനാഷണൽ. അതിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ നമ്മളെക്കുറിച്ച് അറിയാനും അതുപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങൾ, ആക്ടിവിറ്റികളെ കുറിച്ച് അറിയാനും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇതിലും നിങ്ങൾ വരിക. നിങ്ങളെല്ലാവരും ഞങ്ങൾ ഇതിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇപ്പൊ 2023 എന്ന് മാത്രമല്ല, തുടർന്നുള്ള എല്ലാ വർഷങ്ങളും നിങ്ങളുടേതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് ഓൾ.